ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ മേലെ ഓടും സെറാമിക് ഓടും ഷീറ്റ് ഇടുന്ന വർക്കാണ്. ഈ വർക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് വശമെല്ലാം കൂടി നമ്മൾ കാണുന്ന റോഡിൽ നിന്ന് കാണുന്ന വശമെല്ലാം സെറാമിക് ഓടും, പുറകുവശം ആൾ കയറാൻ പറ്റുന്ന രീതിയിൽ ഷീറ്റും ഇടാൻ പറ്റുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ പൈപ്പെല്ലാം ഇറക്കി പ്രൈമർ അടിച്ചിടുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. സാധാരണ എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ റൂഫ് വർക്ക് ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ പൈപ്പെല്ലാം പെയിൻ്റ് അടിച്ചിടുകയാണല്ലോ ആദ്യം തന്നെ ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് 3 സൈഡിൽ ഫ്രെയിം അടിച്ച് വെച്ചിട്ടുണ്ട്. ഷേപ്പിൽ 3 കൂമ്പ് കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കി ചെയ്ത് തുടങ്ങുന്നത്. ഫ്രണ്ട് വശത്തൊക്കെ 2 ടൈപ്പും സൈഡിലോട്ടൊരു ടൈപ്പും ഉള്ളത് മെയിനായിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ മെയിൻ ബോഡി സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. വളവെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ട് മെയിൻ ബോഡി സെറ്റാക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ഇത് പിന്നെ സ്റ്റെയറൊന്നും ഇല്ലാത്ത വീടായതുകൊണ്ട് മേലെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം മേലെ റൂമോ കാര്യങ്ങളൊന്നും ഇല്ല, ഡിസൈന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഈ വർക്കിന് വേണ്ടി നമ്മൾ എല്ലാം 4x2 കോടി ഉത്തരം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം 4x2 കഴുക്കോല് എല്ലാം 3x1.5 എടുത്തിരിക്കുന്നത്. പട്ടികയായിട്ട് നമ്മളെല്ലാം 1x1 യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം 16 ഗേജിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഉത്തരമെല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുക്കോലിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. കഴുക്കോല് കാരണം കുറേ കട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കഴുക്കോലിൻ്റെ പണിയൊക്കെ കുറച്ച് റിസ്ക്കാണ്. കാരണം ഒത്തിരി കട്ടിങ്ങാണ് മൊത്തം. ഒന്നും ലെവലുള്ള കഴുക്കോലൊക്കെ ആകെ 2-3 ഉള്ളൂ. അത് തന്നെ ഫ്രണ്ടിലോട്ട് ഷെയ്ഡൊക്കെ വാർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് കഴുക്കോല് അധികം തള്ളിച്ചിടുന്നില്ല, പുറത്തോട്ട് ഓടിൻ്റെ കനം മാത്രമേ ഉള്ളൂ. ഉത്തരത്തിൻ്റെയും കഴുക്കോലിൻ്റെ എല്ലാം പണി ഏകദേശം തീർന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇനി ചെയ്യേണ്ടത് പട്ടികയുടെ പണിയാണ്. പട്ടികയിലെ 1x1 പൈപ്പാണ് ചെയ്യുന്നത്. പട്ടികയുടെ പണി പിന്നെ ഇത്ര വലിയ റിസ്ക് ഇല്ല, ഇച്ചിരി എളുപ്പമുള്ള പണിയാണല്ലോ. കഴുക്കോലൊക്കെ ഇളവാക്കി ഉത്തരമൊക്കെ ഇളവാക്കി വെക്കലാണ് ഏറ്റവും റിസ്ക്കുള്ള പണി. ഇതിനകത്ത് എല്ലാ സൈറ്റിലും അനുഭവിക്കുന്ന അതേ വിഷയമാണ്. വെയിലാണ് ഇവിടുത്തെയും മെയിൻ പ്രശ്നം. രാവിലെ തൊട്ടേ വെയിൽ തുടങ്ങും, പിന്നെ ഇച്ചിരി തണുത്ത കാറ്റെല്ലാം കിട്ടും, അതിൻ്റേതായ ഒരു ആശ്വാസം. അതിരാവിലെ തന്നെ വർക്ക് തുടങ്ങും. വൈകിട്ട് സന്ധ്യ വരെ എടുത്തിട്ട് ചെയ്യുകയാണ് നമ്മൾ പരമാവധി ചെയ്യുന്നത്. പട്ടികയുടെ പണിയെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ചധികം ഏരിയ വരുന്നുണ്ട്. പിന്നെ ബേക്കറി വശത്തോട്ട് മൊത്തം ഷീറ്റാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ അർജൻറ്റായിട്ട് ഫ്രണ്ട് തീർത്താമസമൊക്കെയാണ്, അർജൻറ്റായിട്ട് തീർക്കേണ്ട വർക്കാണ് ഫ്രണ്ട് വശം. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഇതിന് ഫ്രണ്ടിൽ 2 കിളിക്കൂട് വരുന്നുണ്ട്. കിളിക്കൂടിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിലോട്ടും 2 ഓട് ആണ് വെക്കുന്നത്. കാരണം 2 വെക്കാനുള്ള വലിയ ഏരിയ ഇല്ല ഫ്രണ്ടിൽ. പിന്നെ 2 സൈഡിലോട്ടും 2 ഓട് വെച്ചിട്ടാണ് വെക്കുന്നത്. അതിനനുസരിച്ചുള്ള രീതിയിലാണ് അടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കയറി താമസം വെക്കാൻ വേണ്ടിയിട്ട് തേപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ പണിക്കാരും ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നമ്മളതിൻ്റെ മേലെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, മറ്റുള്ള അവരുടെ ശല്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. കിളിക്കൂടിൻ്റെ എല്ലാം പണി ഏകദേശം തീർന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ കിളിക്കൂടിന് മൾട്ടിവുഡാണ് നമ്മൾ അടിക്കുന്നത്. 2 സൈഡ് മറയ്ക്കാനും മൾട്ടിവുഡും ഫ്രണ്ടിലൊരു ഗ്ലാസും ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതാണ് പിന്നെ എഞ്ചിനീയറുടെ പ്ലാൻ അനുസരിച്ച് അങ്ങനെയാണ് അതിൻ്റെ 3D വർക്കുള്ളത്. ഇതിൻ്റെ പണി കഴിയുമ്പോൾ നമ്മളിനി ഓടിടുക ചെയ്യുന്നത്. ഓട് നിരത്തലെല്ലാം പെട്ടെന്ന് തീരും. പിന്നെ കട്ടിങ് ഒത്തിരി ഉണ്ട്, 3-4 ചുടുകോടിയുണ്ട്, മെയിൻ കോടിയുണ്ട്, എല്ലാം കൂടി കട്ടിങ്ങാണ് ഒത്തിരി വരുന്നത്. പിന്നെ മൂല വെക്കലൊന്നും വലിയ റിസ്ക്കില്ല, പാത്തി വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. മൂലയോടെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം PVC-യുടെ പാത്തി സെറ്റ് ചെയ്യുക. പാത്തി സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ മൂലയോട് സ്ക്രൂ അടിച്ചിട്ട് സിലിക്കോണും കൂടി സെറ്റ് ചെയ്തിട്ടാണ് വെക്കുക. അതുകൊണ്ട് പിന്നെ വലിയ റിസ്ക്കില്ല. പശ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, സ്ക്രൂ കൂടി ചെയ്യുന്നുണ്ട്. കാരണം പശ മാത്രം വിളകി പോകാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ. സ്ക്രൂ കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. രണ്ടും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറവശത്തോട്ടുള്ള ഷീറ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. അതിൻ്റെ വിഷയം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുക്കുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇത് തേർത്തല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫുള്ള് വർക്ക് തീർന്നതിന് ടോപ്പ് പുറകുവശം റൂഫിങ് സ്റ്റെയർ എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫുള്ള് വിഷ്വൽ നമ്മൾ ഒന്നും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം.